സ്കൂൾ കായികമേളയിൽ പ്രതിഷേധിച്ച 2 സ്കൂളുകളുടെയും വിലക്ക് നീക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 2 സ്കൂളുകളിലെയും അധ്യാപകർ അന്വേഷണ കമ്മീഷന് മുന്നിൽ തെറ്റ് സമ്മതിക്കുകയും ഖേദപ്രകടനം നടത്തുകയും ചെയ്തു. വിലക്ക് പിൻവലിക്കണമെന്ന അപേക്ഷ സ്കൂൾ അധികൃതരും നൽകിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കായിക പ്രതിഭകളാണ് ഈ 2 സ്കൂളിലും ഉള്ളത്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് വളരെ വേഗതയിൽ തന്നെ എടുത്ത നടപടിയെ സംബന്ധിച്ചിടത്തോളം പുനരാലോചിക്കുന്ന കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയിലാണ്. അവർ 2 കൂട്ടരും ചെയ്ത കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ള നിലയിൽ 2 കൂട്ടരും കത്ത് തരികയും അന്വേഷണ കമ്മീഷൻ മുമ്പാകെ അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടല്ലോ. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ട് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പറഞ്ഞത്. കുട്ടികളുടെ ഭാവിയെ ബാധിക്കാത്ത നിലയിലുള്ള തീരുമാനം കൈക്കൊള്ളും. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു ഈ വിലക്കുമായി ബന്ധപ്പെട്ട്. പ്രതിപക്ഷവും ഒപ്പം സ്കൂൾ അധികൃതരും ഒക്കെ തന്നെ വലിയ രീതിയിൽ അപേക്ഷിച്ചിരുന്നു വിലക്ക് നീക്കാൻ. കാരണം കായിക താരങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിലൊരു ആശ്വാസകരമായ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്. എന്തൊക്കെയാണ്? ധന്യ, തിരുനാവായ നാവാമുകുന്ദ സ്കൂളിലെയും മാർബേസിൽ സ്കൂളിലെയും വിലക്കിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ 2 സ്കൂളുകൾക്കും ആശ്വസിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വകുപ്പിൽ നിന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ സ്കൂൾ കായികമേള കൊച്ചിയിൽ നടന്നപ്പോൾ അതിന്റെ സമാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തെ തുടർന്ന് മേള അലങ്കോലപ്പെടുത്താൻ ഈ 2 സ്കൂളിലെ അധ്യാപകർ ബോധപൂർവ്വം ശ്രമിച്ചു എന്ന് അന്വേഷണ കമ്മീഷനും വിദ്യാഭ്യാസ വകുപ്പും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ 2 സ്കൂളുകളെയും അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അടുത്ത വർഷം തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന സ്കൂൾ കായികമേളയിൽ ആ 2 സ്കൂളുകൾക്കും പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളടക്കം ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അതുമാത്രവുമല്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയക്കുകയും കൂടി ചെയ്തിരുന്നു. പ്രതിഷേധ സ്വരങ്ങൾ ഉയരുമ്പോൾ അവരെ വിലക്കുന്ന തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കത്തയച്ചത്. എന്തായാലും ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്ക് കടമെടുത്താൽ ഭാവി താരങ്ങളുടെ അവിടെ പഠിച്ചു വളരുന്ന അല്ലെങ്കിൽ അവിടെ കളിച്ചു വളരുന്ന കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കണം. കഴിവുള്ള താരങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള താരങ്ങളെ ഒരു ഇരുട്ടിലാക്കുന്ന ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കില്ല. അവരുടെ ഭാവിക്ക് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്നുള്ള കാര്യമാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 2 സ്കൂളുകളുടെയും വിലക്ക് നീക്കുകയാണ് എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിലെടുത്ത് കാണേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേള കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ദേശീയ സ്കൂൾ ഗെയിംസ് നടക്കുകയാണ്. ആ ദേശീയ സ്കൂൾ ഗെയിംസ് നടക്കുമ്പോൾ മാർബേസിൽ സ്കൂളിലെ 2 കുട്ടികൾ, തിരുനാവായ സ്കൂളിലെ ഒരു കുട്ടി, ഈ പറഞ്ഞ 3 താരങ്ങൾ അവിടെ സ്വർണവും വെള്ളിയും വെങ്കലവും മെഡൽ നേടിയിട്ടുണ്ട്. അതിൽ അഞ്ജലി 100 മീറ്റർ ഹർഡിൽസിൽ സ്വർണം നേടുന്നു. മാർബേസ് സ്കൂളിലെ 2 പേർ പോൾവാട്ടിൽ മെഡൽ നേടുന്നു, വെള്ളിയും വെങ്കലവും നേടുന്നു. അപ്പോൾ കുട്ടികൾ എന്ന് പറയുന്നത് മാർബേസ് സ്കൂളിലെയും തിരുനാവായ സ്കൂളിലെയും കുട്ടികൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കായിക മേഖലയിൽ വളരെയധികം മികവ് തെളിയിച്ചിട്ടുള്ള താരങ്ങളാണ്. നമുക്കറിയാം, മുൻ വർഷങ്ങളിലൊക്കെ ഒരുപാട് മെഡലുകൾ ദേശീയ ഗെയിംസിലടക്കം കേരളത്തിന് വേണ്ടി ഈ 2 സ്കൂളിലെയും കുട്ടികൾ കൊണ്ടു തന്നിട്ടുണ്ട്. അവരെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നിന്ന് വിലക്കിയാൽ അത് ആ സ്കൂളിനെ മാത്രമല്ല കേരള കായിക മേഖലയ്ക്ക് തന്നെ വലിയ കളങ്കമാകുന്ന ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിൽ നിന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോയിട്ടുള്ളത്. എന്തായാലും ഈ 2 സ്കൂളുകൾക്കും വരാനിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാം. അടുത്ത കായികമേള തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. ഇക്കഴിഞ്ഞ വർഷങ്ങൾ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെ അവർക്കും പങ്കെടുക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുന്നത്. അവർക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ പുറത്തിറക്കും. തന്നെയാണ് ഈ പിന്നോട്ട് പോകാനുള്ളൊരു കാരണമായിട്ട് എന്താണ് അറിയുന്നത്? അധ്യാപകർ നേരത്തെ തന്നെ അതിലുള്ള ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഒരു വൈകാരിക സംഭവമായി അതിനെ കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഈ വിഷയത്തിൽ ഉയർന്നിരുന്നു. അപ്പം എന്ത് കാരണം കൊണ്ടാണ് തീരുമാനത്തിൽ മാറ്റം വന്നത്? ഈ അന്വേഷണത്തിനുള്ള സമിതിയെ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയിച്ചിരുന്നത്? അവരുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു? ധനിയ, ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് ഇതെന്നുള്ള വിമർശനം ആദ്യഘട്ടത്തിൽ തന്നെ വന്നതാണ്. ഇപ്പോൾ ഈ 2 സ്കൂളുകളിലെയും മാനേജ്മെൻറ്റ് പ്രതിനിധികളും അധ്യാപകരും ഈ പറയുന്ന അന്വേഷണ കമ്മീഷന് മുമ്പാകെ എത്തി അവർ തങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു പോയി ഖേദം പ്രകടിപ്പിച്ചതാണ് അന്വേഷണ കമ്മീഷന് മുമ്പാകെ. കുട്ടികളുടെ ആ സമയത്തെ വൈകാരിക പ്രകടനം നിയന്ത്രിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് അധ്യാപകർ അന്വേഷണ കമ്മീഷന് മുമ്പാകെ തുറന്ന് സമ്മതിച്ചതാണ്. അങ്ങനെ ഒരു സമ്മതമൊക്കെ അവിടെ നടത്തിയതിനു ശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇങ്ങനൊരു ഉത്തരവ് പുറത്തിറങ്ങുന്നത്. അതാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. അതിന് പിന്നാലെയാണ് വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വന്നത്. പ്രതിപക്ഷ വിദ്യാർത്ഥി അധ്യാപക സംഘടനകളടക്കം ഈ തീരുമാനം പുനഃപരിശോധിക്കണം, പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് വിദ്യാഭ്യാസ മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. കാരണം അധ്യാപകർക്കെതിരെയും നടപടിയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ?
അതിനകത്ത് വിദ്യാഭ്യാസ വകുപ്പ് ആദ്യം പറഞ്ഞിരുന്നത് മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മാതൃകാപരമായ നടപടി എന്ന് പറയുമ്പോൾ അത് എല്ലാം കൊണ്ടും ഇതിലിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നത് സ്കൂളുകളെ വിലക്കുക എന്നുള്ള തീരുമാനത്തിലേക്കായിരുന്നു. അപ്പോൾ ഈ വിലക്കിയ ഒരു തീരുമാനം പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ അധ്യാപകർക്കെതിരെയും നടപടിയെടുക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇതിപ്പോൾ ഇങ്ങനെ ഒരു താക്കീതിൽ ഒതുക്കിക്കൊണ്ട് ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിക്കരുത് എന്നുള്ള ഒരു താക്കീതിൽ ഒതുക്കിക്കൊണ്ട് ഈ കാര്യം അവസാനിപ്പിക്കാനായിരിക്കും ഒരുപക്ഷേ ശ്രീ ഗിരീഷ് ചേരുന്നുണ്ട്. നാവാമുകുന്ദ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. ശ്രീ ഗിരീഷ്, ആശ്വാസകരമായിരിക്കും വാർത്തയല്ലേ? പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം നീങ്ങിക്കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഞങ്ങൾ വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് പെർഫോമൻസ് ഉയർത്തുക, അതിന്റെ പുതിയ കായിക താരങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരിക, നിലവിലുള്ള കായിക താരങ്ങളുടെ ഒരു ട്രെയിനിങ് ചെയ്ത് അവരെ പ്രൊമോട്ട് ചെയ്യുക, അതൊക്കെയാണല്ലോ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. നേരിട്ട് അറിയിച്ചോ? അന്വേഷണ കമ്മീഷനാണോ അറിയിച്ചത്, ഇല്ലെങ്കിൽ വേറെ തരത്തിൽ അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ നടപടി ഇല്ല എന്നുള്ളത്? ഞങ്ങൾക്കൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഈ നടപടി എടുത്തതായാലും ഞങ്ങൾ സ്കൂളിലേക്ക് ഔദ്യോഗികമായിട്ട് ഇതുവരെയും ആ നടപടിയും ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടില്ല. അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാവും പറഞ്ഞിരുന്നു, പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഇതുവരെ ഇപ്പൊ ഈ സ്കൂളുകൾക്കെതിരായിട്ടുള്ള നടപടി പോലും ഞങ്ങളുടെ സ്കൂളിലേക്ക് ഔദ്യോഗികമായിട്ട് ഹെഡ്മിസ്ട്രസിനോ പ്രിൻസിപ്പലിനോ അങ്ങനെ ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നെ മീഡിയയിൽ കണ്ടിട്ടുള്ള DGയുടെ പ്രസ്താവനകൾ മാത്രമാണ് നമുക്ക് അറിയിപ്പായിട്ടുള്ളത്. പിന്നെ ഒരു ഉത്തരവ് ഇറങ്ങിയതായിട്ടാണ് അറിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മിനിസ്റ്ററെ കാണുകയും ഒരു അപ്പീൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ അന്വേഷണം എങ്ങനെയാണ് അതുമായിട്ട് സഹകരിച്ചത്? ഞങ്ങളുടെ ഹിയറിംഗിന് വിളിക്കാം. ആ ഹിയറിംഗിൽ ഞങ്ങളോട് അന്വേഷണ കമ്മീഷൻ കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെടുകയും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടായത്. അതിനിടയ്ക്ക് ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ടായി അല്ലേ? നാഷണൽ ഗോൾഡ് അടിച്ചത്. അതെ 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 അതെ. ആരാണ് അന്ന് ഉണ്ടായിരുന്ന വിദ്യാർത്ഥി തന്നെ ആയിരിക്കുമല്ലോ? ആദിത്യജി ഇപ്പൊ ഗോൾഡ് മെഡൽ, ജൂനിയർ വിഭാഗത്തിൽ ഫസലുൽ ഹക്കും ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട് കൊറിഡോർ 100 മീറ്റേഴ്സ് റിലേയിലും. പിന്നെ ഇപ്പോ ആദിത്യജി 110 മീറ്റർ ഹാർഡിൽസ് ഇവന്റിലും. ഓക്കെ, താങ്ക് യു ഗിരീഷ് സാർ സംസാരിച്ചതിന്. എന്തായാലും അത് വലിയ ആശ്വാസകരമാകട്ടെ അത്തരത്തിലൊരു വിലക്ക് നീങ്ങിയത്. ഷിബി ടീച്ചർ കൂടി ചേരുന്നുണ്ട്, കായിക അധ്യാപിക. ടീച്ചർ, ആശ്വാസകരമാണ്, നടപടിയിലേക്ക് കടക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ ഭാവി വലിയ പ്രശ്നത്തിലാകേണ്ടതായിരുന്നു. കാരണം ലാസ്റ്റ് ഇയർ ഒക്കെയുള്ള 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ആണ് എന്തൊക്കെയുള്ളത്, ആ പേടി മാറി ആശ്വാസകരമായി അല്ലേ കാര്യം? ഇത് വളരെ സന്തോഷമായി. നമുക്ക് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് വിലക്ക് നീക്കിയത് കുട്ടികളെ സംബന്ധിച്ചും അധ്യാപകരെ സംബന്ധിച്ച് സ്കൂളിന് വളരെ സന്തോഷമായി. കാരണം അധികം വേദനയോട് കൂടി തന്നെയാണ് ആ വാർത്ത ഞങ്ങൾ കേട്ടത്, സ്കൂളുകൾക്ക് വിലക്കെന്നുള്ളത്. അത് മാറിയതിൽ സന്തോഷം. അതിനുവേണ്ടി ഞങ്ങൾ സഹായിച്ച ഒത്തിരി പേരുണ്ട്. പൊതുമാധ്യമം, അതുപോലെ മാധ്യമം, അതുപോലെ പൊതുജനങ്ങള്, അതുപോലെ അധ്യാപക സംഘടന, ഒത്തിരി പേര് നമ്മളെ ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഒത്തിരി നന്ദി പറയിക്കുന്നു. അതുപോലെ അതിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ 2 സ്കൂളുകൾ നാഷണൽ ഇന്ന് മെഡൽ ഇന്നലെ വന്നു. വളരെയധികം സന്തോഷമുണ്ട്. തിരുനാവായ സ്കൂളില് ആദിത്യജി, അതുപോലെ ഇന്ന് പോൾവാൾട്ടില് ശിവദേവരാജുവും മാധവ ഈക്കയും മാർബേസിന്റെയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം. കാരണം ഒത്തിരി വേദനയായിരുന്നു ഇത്രയും വർഷങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ട് മെഡലുകൾ നേടി അല്ലെങ്കിൽ ഒത്തിരി സംഭാവന ചെയ്ത സ്കൂളാണ് മാർബേസില്. ഈ ഒരു 4 ദിവസം ഞങ്ങളെ സംബന്ധിച്ച് വളരെ, ഇവിടുത്തെ ടീച്ചേഴ്സിനും ഈ കോതമംഗലത്തെ ജനങ്ങൾക്കും എല്ലാം വളരെ വേദനയായിരുന്നു. ഒരു അനിശ്ചിതാവസ്ഥയുടെ പോലും കാര്യമില്ലായിരുന്നു അല്ലേ? വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് അതിനെ കാണേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും ആ ഒരു വാക്ക് വിലക്ക് എന്ന് കേട്ടപ്പോൾ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്കൂളിൽ ഓരോ കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാം വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ആ വാർത്ത കേട്ടത്. കുട്ടികളൊക്കെ എന്തായിരുന്നു പറയുന്നത്? ലാസ്റ്റ് ഇയർ പിള്ളേരൊക്കെ, കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളെ 6 പേരും ഈ കൊല്ലം പോകാനുള്ള കുട്ടികൾ മൊത്തം നാഷണൽസ് പോയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവർ നന്നായിട്ട് മീറ്റ് ചെയ്യാൻ പറഞ്ഞു വിട്ട്, എന്ത് വന്നാലും നമുക്ക് മാനേജ് ചെയ്യാം, മാനേജർ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചോളാമെന്ന് മാനേജറും പള്ളിയായിട്ട് സംസാരിച്ചിരുന്നു. എന്തായാലും അന്ന് ഞങ്ങൾ ഹിയറിങ്ങിന് പോയപ്പോഴും കുട്ടികൾ ആ വികാരം പ്രകടിപ്പിച്ചത് അന്നേരത്തെ ഉണ്ടായതാണ്. ആ റിസൾട്ടിൽ വന്ന ഒരു പാകപ്പഴയുടെ പ്രശ്നമാണ്
അന്നത്തെ ആ പ്രശ്നങ്ങൾക്ക് കാരണം. അതായത് ഒരു സർക്കുലർ പോലും നമ്മൾക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന റിസൾട്ട് അങ്ങനെ തന്നെ എന്നോർത്താണ് വെബ്സൈറ്റിൽ കാണുന്ന റിസൾട്ടും ഞങ്ങൾ അത് ഓരോരുത്തരും വായിച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ അന്നേരം ഉണ്ടായ ഒരു വികാരമാണ് കുട്ടികളുടെ ഭാഗത്തുണ്ടായത്. അതാണ്, അതൊരു സ്വാഭാവികവുമാണ്. കാരണം അത് ആ സ്പിരിറ്റിൽ തന്നെ എടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ടീച്ചർ, അടുത്ത വർഷത്തേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോ ദിവസം ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നു. ഞങ്ങൾ ഞങ്ങളുടേതായ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിച്ചു. രാവിലെ വൈകുന്നേരം കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ പഠനവും കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് 2 സ്കൂളിലും വളരെ നല്ലൊരു മറുപടി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് കിട്ടി. വളരെയധികം സന്തോഷവും നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു.